അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. സഹോദരന്മാരെ, ഞങ്ങളുടെ ജീവിതത്തിൽ കുറേ വിഷയത്തിൽ അനുഭവം ഇന്നെങ്കും ഇല്ലാത്തങ്ങളെ പോലെ ആയിപ്പോണ്ട. ചില വിഷയത്തിൽ അത് ഭയങ്കര സൂക്ഷിക്കുന്ന വിഷയമായിട്ടിക്കിട. ഉദാഹരണം ചെന്നോട്ടില്ല, ഏതെങ്കിലും കുറേ വിഷയത്തിൽ കുറേ ആൾമാരോ പലക്കത്തിൽ മനസ്സ് ബേജാറായിപ്പോണ്ട്. പക്ഷെ കരുതിയിട്ടല്ല മനസ്സ് ബേജാറാക്കുന്നത്, എന്തെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സ് ബേജാറായിപ്പോണ്ട്. അങ്ങനത്തെ ഒരു വിഷയം ഞങ്ങൾ കയ്യിൽ പറകു തീരാ. ഉദാഹരണക്ക് ചില ആൾക്കാർ നല്ല നൈപ്പായിട്ടിക്കട്, ഓരോരോ വിഷയത്തിലും ഓരോരോ ആൾമാർക്ക് പ്രസ്റ്റേജിക്കട്. ഓരോ ഡ്യൂട്ടിയിൽ കുറേ ആൾമാരോ അങ്ങനെ ഡ്യൂട്ടിയുടെ പേരെടുത്തിട്ട് വിളിച്ചിട്ടാകുമ്പോഴത്തേക്കും അങ്ങനെ മനസ്സ് ബേജാറാവലുണ്ട്. പക്ഷേ അങ്കൊണ്ടു വെച്ചൊരു പേരിക്കട്, നല്ല പേര്. ആ പേരിൽ വിളിച്ചിട്ടായെങ്കിൽ നമുക്ക് ബേജാറിക്കില്ല. പക്ഷേ അങ്ങനെ ഡ്യൂട്ടിയുടെ പേരെടുത്തിട്ട് വിളിച്ചിട്ടാകുമ്പോഴത്തേക്കും അങ്ങൊരു ബേജാറാവിടും. അങ്ങനെ ബേജാറാവിടുണ്ടായെങ്കിൽ ആ ആൾമാരോ മനസ്സ് ബേജാറായ നിലയ്ക്ക്, ബേജാറാക്കുന്ന നിലയ്ക്ക് അങ്ങനെ ഡ്യൂട്ടിയുടെ പേരെടുത്തിട്ട് വിളിക്കോ തീരാ. അതിനെക്കാട്ടി ഹൈർ അങ്ങനെ പേര് വിളിച്ചിട്ടായിട്ട് ഇവിടെ വിളിക്കല്. പിന്നെ കുറേ ആൾമാർ ഉദാഹരണിച്ചല്ലോ, ഞങ്ങളൊരു മീൻ്റെ മാർക്കറ്റ് പോയിട്ടായെങ്കിൽ അല്ലെങ്കിൽ തറക്കാരെ മാർക്കറ്റ് പോയിട്ടായെങ്കിൽ ചിലപ്പോൾ കോമ്പറ്റീഷനിൽ ബാനിയാക്കിടാറ് കുറേ ആൾമാർ. ആ ടൈമിൽ അങ്ങ് വിളിക്കിടാറ്, ആജാർ ബർറു ഉണ്ട്. റിയലായിട്ട് ആ മനുഷ്യ ആജാറായിട്ടിക്കില്ല, പക്ഷേ ആജാറുടെ ബറുണ്ട്. അപ്പം ആജാറ് വിളിക്കണായത് ആരത്? മക്കത്തേക്ക് പോയിട്ട് ഹജ്ജ് ചെയ്യുന്ന ആളല്ലേ ആജാർ. ആജാർ ചെന്നെങ്കിൽ എത്ര വലിയൊരു പവറുള്ളൊരു വിഷയമായിട്ടിക്കടത്. കറക്റ്റായിട്ട് ഹജ്ജ് ചെയ്യുന്നിട്ടായെങ്കിൽ അള്ളാഹു അവൻ്റെ ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ടായെങ്കിൽ ഹദീസിൽ കാണ്ട് ಅವನಿಗೂ ಸ್ವರ್ಗ ಅಲ್ಲಾಂಟೆ ಬೇರೆಯವ್ರ ಪ್ರತಿಫಲ ಇಲ್ಲಂಟ. സ്വർഗ ഇട്ടിക്കിട് അവനക്ക് പ്രതിഫല കറക്റ്റ് ഓർത്ത മക്ബൂലും അബ്രൂറുമായ ഒരു ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുടെ തൃപ്തി അനുസരിച്ചിട്ട് അള്ളാഹുക്ക് വേനായിട്ട് ഹജ്ജിക്ക് പോയിട്ട് ഹജ്ജാക്കിയിട്ട് വന്നിട്ട് അവൻ്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടായെങ്കിൽ ലൈസലഹു ജസാവുൻ ഇല്ലൽ ജന്ന. ഹദീസിൽ കാണുന്നത് അങ്ങനെ ആയിട്ടിക്കട്. ಅವನಿಗೂ ಸ್ವರ್ಗ ಇಲ್ಲ అంటే ಬೇರೆ ഒരു ಜಜಾ ഒരു കൂലി ಅದಕ್ಕಿಲ್ಲ. അപ്പോൾ ಸ್ವರ್ಗ ആയിട്ടിക്കട് ഉണ്ട്. അതുകൊണ്ടിട്ട് മീനിങ്ങലായ എല്ലാവരും വെറുതെക്കും ഒരു കുസാലിൽ തമാശ ആക്കിയ പോലെ ആജാറ് ബറു ಅಂತ വിളിക്കരുത്. അത് തെറ്റായിട്ടിക്കട്, തപ്പായിട്ടിക്കട്. അത് ആൾമാർ സൂക്ഷ്മത കുറടായത് കൊണ്ടായിട്ടിക്കട് അങ്ങനെ പണ്ടത്. അങ്ങനെ ബാനി ആവുകയായിട്ട് അങ്ങനെ കച്ചവടം ആവുകയായിട്ട് ആജാറ് ബറു ഉണ്ട്. അപ്പം ആജാറ് ആയിട്ടിന്നുണ്ടെങ്കിൽ ആയാൽ ആജാറിൻ്റെ വിളിക്കും. ഇനി ആവാത്ത ആജാറ് നിങ്ങൾ വെറുതെക്കും ആജാറിൻ്റെ വിളിക്കണ്ട. അങ്ങനെ പേര് ഗൊന്തില്ലെങ്കിൽ കാക്ക ബറു, കാക്ക ചെന്നിട്ട് ആറബിനെ വിളിക്കല്ലേ. അങ്ങനെ കാക്കാണ്ട് ചെന്ന് വിളിച്ചിട്ട് ബറു, വിളിച്ചിട്ട് നിങ്ങൾ ബാനിയാക്കും. അതേപോലെ ചില ആൾമാർ ഞങ്ങൾ പലക്കത്തിൽ അപ്പം ഈ നിലക്കായിട്ടിക്കണം ബിസിനസ്സിൽ ആക്കണായത്. ബിസിനസ് ഉണ്ടല്ല ಬೇರೆ ಎವಡೆ ಆಯಂಗು ಏ ಟೈಮಲ್ಲ ಆಯಂಗು ಬೆರ್ದಿಗೂ ಆಜಾರು ಬಿಚ್ಚಿಟ್ಟ ಆಜಾರು ಚೆಲ್ಲ ಪವರ್ರಮೇ ತಮಾಷೆ ಹಾಕಿಯ പോലെ ആക്കിടത്. അത് വലിയ തപ്പായിട്ടിക്കണം. വലിയ തപ്പായ നിലയ്ക്ക് കണക്കിൽ എടുത്തിട്ടായിട്ടിക്കണം. ഞങ്ങളോ മുന്നോട്ട് ജീവിത അതെല്ലാം സൂക്ഷ്മത വേണം. സൂക്ഷിച്ചില്ല ഉണ്ടായെങ്കിൽ നാളെ ആഖിറത്തിൽ അള്ളാഹുടൊട്ടുക്ക് ഞങ്ങൾ ഉത്തര ചൊല്ലാനായിട്ട് വരും. ഇനി ചില ആൾമാരുടെ ഡ്യൂട്ടി വാച്ച്മാൻ ആയിട്ടിക്കും. ഏതെങ്കിലും ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ വേറെ എന്തിലോ വാച്ച്മാൻ. അയാളപ്പണെങ്കിൽ എന്താക്ക വാച്ച്മാൻ കാക്ക ഇങ്ങനെ വിളിച്ചിട്ടാകുമ്പോൾ അയാളതെന്താവും മനസ്സ് ಬೇಜಾರಾവും ചിലപ്പോൾ. പക്ഷെ നിങ്ങൾക്ക് വാച്ച്മാൻ ചെന്നിട്ടായെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും ഗൊಂತಿನ ವಿಷಯ ಇಟ್ಟಿಕ್ಕಡು.
ഏതെങ്കിലും ഒരു വിഷയത്തോർ കാക്കടാലായിട്ടിക്കട് വാച്ച്മാൻ ചെന്നെങ്കിൽ അപ്പം അയാളെ മനസ്സിനങ്ങ് ബേജാറാക്കിടത് അത് അതാക്കോ തീറാത്തൊരു സ്വറായിട്ടിക്കട്. അപ്പം ആ വാച്ച്മാൻക്ക് ഒരു പേരിക്കൂ മുഹമ്മദ അബൂബക്കറ എന്തിനാങ്കിക്കൂ നല്ലൊരു പേര്. ആ പേര് വിളിച്ചിട്ട് അയാളോ കാക്കമ്മ കൂട്ടിയിട്ട് അങ്ങനെ വിളിച്ചിട്ട് എന്തിനാക്കുക, അയാളുടെ ഒരു പേരിലൊരു റെസ്പെക്റ്റ് കൊടുക്കുക. അത് വിട്ടിട്ട് വാച്ച്മാൻ ആക്കുക ആച്ചെല്ലാം ബേജാറാവും. അതേപോലെ ഒരു അഡ്വക്കേറ്റ്, ഒരു വക്കീൽ, അയാളെ പേർക്ക് ഒരു ഇസ്സത്തുള്ളത് കൊണ്ടിട്ട് അഡ്വക്കേറ്റ് മുഹമ്മദാക്ക ബന്ത്, അഡ്വക്കേറ്റ് അയാൾ ബന്തിട്ട് ഇങ്ങനെ ഒരു പേര് കൂട്ടിയിട്ട് വിളിക്കുമ്പോൾ അതങ്ങൾക്കൊരു ഗ്രേഡുണ്ട്. ആ പേർക്ക് എന്തുണ്ട്, നല്ലൊരു മര്യാദ ഉണ്ട്. അത് കൊണ്ടുവിട്ട് അങ്ങനത്തെ വിളിക്കടേക്ക് ತೊಂದರೆയില്ല. ഒരു ആളുമാരത്തിൽ ഒരു ചെറിയൊരു ഡ്യൂട്ടി പോലെ കണക്കിലെടുക്കുന്ന പോലത്തെ ചില ഡ്യൂട്ടിങ് ഇക്കട്. ആ ഡ്യൂട്ടിങ് ആക്കിയിട്ട് നെയ്ച്ചോണ്ടുള്ള ആൾമാരോ ഞങ്ങൾ എന്തിനാക്കുത്തീരാ അങ്ങനെ പേരിൽ ആനിലക്കുള്ള പേര് വിളിച്ചിട്ട് അങ്ങനെ വിളിച്ചിട്ട് ഞങ്ങൾ എന്തിനാക്കുത്തീരാ മനസ്സ് ബേജാറാക്കുത്തീരാ. അതിനെക്കാട്ടിയും ഹൈർ അവിടെ അങ്ങനെ പേര് വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വിളിക്കണമോ അങ്ങോട്ട് പലക്ക വരമോ അങ്ങനെ വിഷയത്തിൽ ഇടപെട്ടമോ അതായിട്ടിക്കട് ഹൈർ. അത് കൊണ്ടിട്ട് നിലക്ക് നോക്കിയെങ്കും സംഭവം കറക്റ്റായിട്ടിക്കട്. വാച്ച്മാൻ ചെല്ലുമ്പോൾ കയ്യിൽ വാച്ച്മാൻ ഡ്യൂട്ടിയിലുള്ള ആളായിട്ടിക്കട്. പക്ഷേ വിളിച്ചെങ്കിൽ അയാളെ മനസ്സ് ബേജാറായി പോവോ ചെല്ലുടെ ഒരു കണക്ക് ഞങ്ങൾ എടുത്തോളണം. മനസ്സിൽ എടുത്തിട്ട് ഞങ്ങൾ ആ നിലയ്ക്ക് വിളിക്കാണ്ട് അയാളെ പേര് വിളിച്ചിട്ട് അയാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുവാനായിട്ട് കാക്കമ്മ അല്ലെങ്കിൽ വെറും ഏജൊരാളായിട്ടിരുന്നെങ്കിൽ ബോബമ്മ ഈ നിലയ്ക്ക് വിളിച്ചെങ്കും ತೊಂದರೆയില്ല. ഒരേ ഡ്യൂട്ടിയിൽ ഞാൻ ചെന്നല്ല, ഇപ്പോൾ വാച്ച്മാൻ മാത്രമേ ചെന്നല്ല. അതേപോലെ കുറേ ഡ്യൂട്ടിങ്ങെല്ലാം ഞാൻ ഇപ്പോൾ പേര് ചെന്നിട്ട് ആ ഡ്യൂട്ടിക്ക് ആ ഡ്യൂട്ടിയിൽ ഇന്ന് ആൾമാರ മനസ്സ് ಬೇಜಾರಾക്കുക എന്തിനേക്ക് ഞാൻ പോണ്ടില്ല. പക്ഷേ ഇതൊരു നസീഹത്ത് മാത്രമായിട്ടേക്ക് രണ്ടത്. ഇങ്ങനത്തെ വിഷയത്തിലെല്ലാം കുറേ അതെല്ലാം നിങ്ങൾക്ക് അനുഭവം ഉണ്ട്. കുറേ ഡ്യൂട്ടി ആൾമാരുടെ വിഷയത്തിൽ ഞങ്ങൾ ആ ഡ്യൂട്ടി പേരെടുത്ത് വിളിച്ചിട്ടാകുമ്പോൾ തങ്ങളെ മനസ്സ് ಬೇಜಾರಾവಡೆ. അത് കൊണ്ടിട്ട് അങ്ങനത്തെ ആൾമാരോ ഡ്യൂട്ടിയുടെ പേരെടുത്ത് വിളിക്കാണ്ട് അങ്ങനെ പേര് ಅದಕ್ಕೆ ആ പേര് വിളിച്ചിട്ട് അതൊക്കെ കാക്കമ്മ അല്ലെങ്കിൽ ബോബമ്മ ഈ നിലക്ക് കൂട്ടിയിട്ട് വിളിക്കലായിട്ടിക്കട് ഏറ്റവും ഹൈറുണ്ട്. ഞാൻ എനിക്കൊന്ന് ഓർമ്മിച്ചുകൊണ്ടുള്ള മാത്രമായിട്ടിക്കട്. അതേപോലെ നല്ല നല്ല പേരിൽ അറിയപ്പെട്ട ആൾമാർ അങ്ങനെ ഡ്യൂട്ടിയുടെ പേര് വിളിച്ചെങ്കും അങ്ങക്കൊരു ഗൗരവ കിട്ടുന്നുണ്ടായെങ്കിൽ ആ ഡ്യൂട്ടി വിളിച്ചിട്ട് എന്തിനാക്കണങ്ങ ഡ്യൂട്ടിയുടെ പേര് വിളിച്ചിട്ട് ഒരു പഠിച്ച ഇൽമോടനുസരിച്ചിട്ട് വിളിച്ചിട്ട് കുറേ ആൾമാരുള്ളാർ. ഉസ്താദ്മാർ പോയിട്ടാകുമ്പോഴത്തേക്കും ഉസ്താദ് ഉണ്ട് അവൻ്റെ കണ്ണുക്ക് ചന്ത കാണ്ട് ആൾമാർക്ക് എന്തിനെ ഉസ്താദ് രൂപത്തിലേ ഉണ്ട്, ഉസ്താദിൻ്റെ ഡ്രസ്സിലേ ഉണ്ട് ഇയാൾ ഉസ്താദ്. പക്ഷേ ഈ ഉസ്താദ് ആചാരായിട്ടിക്കില്ല. ആചാർ ബറു ഉസ്താദ്മാരെ പോലും ആചാരല്ലാത്ത ഉസ്താദ്മാരെ പോലും ആചാരണ്ട് വിളിച്ചിട്ട് എന്തിനാക്കോ ഇതാക്കൂടെ ഒരു ചെല്ലുമൊത്തിക്ക് ഞങ്ങൾക്കൊരു സമമില്ല ചെന്നെങ്കിൽ അതൊരു പലക്കമേ ആചാര ചെല്ലുണ്ടെങ്കിൽ ബിസിനസ് ട്രിക്സിക്ക് പേനായിട്ട് ആചാറുണ്ട് വിളിച്ചിട്ട് അവിടെ ഒരു മസ്കിറാക്കിയ പോലെ അവിടെ അത് കൊണ്ടിട്ടു അങ്ങനെ ഡ്യൂട്ടി ഇസ്സത്ത് കൊടുക്കാനായ ഡ്യൂട്ടിക്ക് അവർക്ക് ഇസ്സത്ത് കൊടുത്തിട്ടു ആ നിലയ്ക്ക് ഉസ്താദിൻ്റെ വിളിക്കുന്നിങ്ങ ഉസ്താദ് ചെന്നിട്ട് നിങ്ങൾക്ക് പരിപ്പാറ്റി ആലേ ഉസ്താദ് ആവണിട്ടില്ല. ഇൽമു പഠിച്ചിട്ടുള്ള ആൾമാരാ അങ്ങ് ഉസ്താദ്മാരെ. അതേപോലെ അഡ്വക്കേറ്റ് ആയിട്ടിക്കൽ ഒരു വക്കീൽ അയാൾ ഇൽമു പഠിച്ചിട്ട് ആ നിലക്കുള്ള ഇൽമു പഠിച്ചത് കൊണ്ടിട്ട് അയാൾ അഡ്വക്കേറ്റ്. പോലീസ് ഉദ്യോഗത്തിലുള്ള ആൾമാർ പോലീസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആൾ പോലീസേ. ഇനി അതിലെല്ലാം ചില വിഷയത്തിൽ ഗൗരവം ഉള്ളങ്ങനത്തെ ഇൽമുണ്ട്. ಅದಕ್ಕೆಲ್ಲತ್ತಿಗೆ ಎಂದ್ರಾಕ ಆ ಇಲ್ಮಿಗೆಲ್ಲ ನಂಗೆ ಎಂದ್ರಾಕ ಇಜ್ಜತ್ತು ಕೊಡ್ತುಟ್ಟು ಬಿಲ್ಚದು ಅದಂಗೆ ഒരു കൊസിയാവും. അങ്ങനത്തെതെല്ലാം വിളിക്കാം. അതല്ലാണ്ട് ചില വിഷയത്തിൽ ആരും ನಂಗೆ ಎಂದ್ರಾಕണ്ട ഇൻസൾട്ട് ആക്കിയിട്ട് വിളിക്കണ്ട. ചില വിഷയത്തിൽ ഒരുത്തർ മനസ്സ് ബേജാറാക്കും പോലെ ഞങ്ങൾ വിളിച്ചിട്ട് അങ്ങോട്ട് ഇടപെടണ്ട. അള്ളാഹു ഞങ്ങളെ കാത്ത് സലാമത്താക്കട്ടെ. നല്ല നിലയ്ക്ക് ഞങ്ങൾക്ക് ആൽമറൊട്ട് പെരുമാളുകളുടെ തൗഫീഖ് അള്ളാഹു തന്നെ അനുഗ്രഹിക്കട്ടെ. ആറ് മനസ്സും ബേജാറാക്കട്ടെ. ജീവിച്ചു മരിക്കുള്ള തൗഫീഖ് അള്ളാഹു തന്നെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു ചെറിയ സംഭവം ചെന്നിട്ട് ഇൻഷാ അല്ലാഹ് നിപ്പാട്ടെ.
തഖ്വീദ്ദീൻ സുബിക്ക് റളിയല്ലാഹു അൻഹു ആ മഹാനും ആ മഹാൻ്റെ മോണ് താജുദ്ദീൻ സുബിക്ക് റളിയല്ലാഹു അൻഹു ഇങ്ങനെ രണ്ട് മഹാന്മാർ, രണ്ട് ആൾമാർ ഔത്തുറ് മുട്ടത്തിൽ തെച്ചിരാറ്. ഔത്തുറ ഞെതിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും ഔത്തുറ ജാലില് ഒരു നായി ഇങ്ങനെ പോയിട്ടുണ്ട്. ഞങ്ങൾ ഔത്തുൽ തെച്ചിട്ടാകുമ്പോൾ ഞങ്ങൾ ഔത്തുറ ജാല് നായി പോകലുണ്ട് സാധാരണ, അല്ലേ? എല്ലാവർക്കും ചിന്ന വിഷയ. പക്ഷേ അങ്ങനെ നായി പോയിട്ടുള്ളത് നോക്കിയിട്ട് മോനായോ താജുദ്ദീൻ സുബിക്ക് റളിയല്ലാഹു അൻഹു യാ കൽബുബിന് കൽബുണ്ട് വിളിക്കട്. ಅದರ ಅರ್ಥ ಎಂದ್ರು ನಾಯಿಡ ಮೋನ್ ನಾಯಿ ಅಂಟು ಯಾ ಕಲ್ಬುಬನ್ ಕಲ್ಬು ಚೆಂದಂಗೆ നായിട മോൻ നായി എന്നിട്ട് ആരെ വിളിച്ചിരോ? മനുഷ്യരെ വിളിച്ചിരല്ല. പക്ഷേ മോനായ താജുദ്ദീൻ സുബിക്ക് റളിയല്ലാഹു അൻഹു നായിടെ നോക്കിയിട്ടേ നായിടെ വിളിച്ചിട്ട് ചെന്ന ഫലക്കായിട്ടിക്കരുത്. പക്ഷെ ഇത് കേട്ടോ ബാപ്പ തഖ്വീദ്ദീൻ സുബിക്ക് റളിയല്ലാഹു അൻഹു അവിടെ മേന്ത് മോൻ ഇങ്ങനെ വിളിക്കുന്നത് കേട്ടിട്ടാകുമ്പത്ത് ബാപ്പ ചെന്ന് എന്തിനാ നസീഹത്ത് കൊണ്ടുണ്ടാ? ബാപ്പ ചെന്ന നസീഹത്ത്, മോനെ നീ ഇപ്പം വിളിച്ചല്ലേ അല്ലേ, അത് നീ വിളിക്കുക തീര മോനെ. അപ്പം മോണ് ചെല്ല് താജുദ്ദീൻ സുബിക്ക് റളിയല്ലാഹു അൻഹു മോണ് ചെല്ല്, ബാപ്പ ನಾನು ಬಿಲ್ಚದಲ್ಲಿ ಎಂದ್ರ ತಪ್ಪುಂಡು ಬಾಪ, ನಾನು ಬಿಲ್ಚಂದ್ರೆಂಟು ഒരു നായിടവേ ഞാൻ നായിട മോനെ എൻ്റെ വിളിച്ചല്ലേ, ചെന്നത് നായി അതൊരു പിന്നൊരു നായിട മോനെ അല്ലേ, അവന് നായിട മോൻ നായി ഉണ്ടല്ലോ, ഞാൻ വിളിച്ചതിൽ എന്ത്ര തപ്പുണ്ട് ബാപ്പ എന്നിട്ട് മോൻ കേൾക്കട്. അപ്പോൾ ബാപ്പായ തഖ്വീദ്ദീൻ സുബിക്ക് റളിയല്ലാഹു അൻഹു മോന് ചെല്ലൊരു നസീഹത്ത് നിങ്ങൾ എല്ലാവരും കാതു കൊടുക്കണം. എന്തൊരു ചെല്ല ഒന്നുണ്ടാ? മോനെ ನೀನು ಆ ನಾಯಿಡೋ ಯಾ ಕಲ್ಬುಬನ್ ಕಲ್ಬ್ നായിട മോൻ നായിയെ എന്ന് വിളിക്കുമ്പോഴത്തേക്കു നിന്റെ മനസ്സുരുൽഗത്തിൽ ആ നായിയുടെ തമാശാക്കോബേനായിട്ട അല്ലെങ്കിൽ ആ നായിയുടെ ഒരു ഇൻസൾട്ട് ആക്കോബേനായിട്ട നീന് കൽബുൽ അങ്ങനെ വിചാരിച്ചിട്ട് നീ അതിനെ വിളിച്ചിട്ടുണ്ടായെങ്കിൽ അത് നീനാക്കിയ വലിയ തപ്പായിട്ടിക്കട് മോനെ. അതുകൊണ്ടിട്ട് നീ അങ്ങനത്തെ മനസ്സിന്തുണ്ടായെങ്കിൽ നിന്റെ കയ്യിലുള്ള മനസ്സ് ഒരു അದ್ರ തമാശാക്കോബേനായിട്ടുള്ള മനസ്സിൽ നീ വിളിച്ചിട്ടുണ്ടായെങ്കിൽ അതുപോലും വിളിക്കുക തീര മോനെ. റിയലായിട്ട് നോക്കിയിട്ടുണ്ടായെങ്കിൽ നായിട മോൻ നായി എന്നിട്ട് മനുഷ്യരെ വിളിച്ചിരല്ല, നായിടമേ വിളിച്ചിരോ. പക്ഷേ എന്നാലും പോലും ആ വിളിക്കുമ്പോൾ നിന്റെ കൽബില് നിന്റെ ആ മനസ്സിൽ ഇന്ന് നീയത്ത് ശരിയില്ല ഉണ്ടായെങ്കിൽ ಅದರ ತಮಾಷೆ ಹಾಕೋಕು അല്ലെങ്കിൽ ಅದ್ರ ಇನ್ಸಲ್ಟ್ ಹಾಕೋಬೇನಾയിട്ട് വിളിച്ചിട്ടുണ്ടായെങ്കിൽ അതുപോലെ നീ വിളിച്ച തപ്പായിട്ടിക്കട് ചെന്നിട്ടായിട്ടിക്കട്. ബഹുമാനപ്പെട്ട തഖ്വീദ്ദീൻ സുബിക്ക് റളിയല്ലാഹു അൻഹു അയാളെ മോനായ താജുദ്ദീൻ സുബിക്ക് റളിയല്ലാഹു അൻഹു ചെന്ന് കൊടുത്തൊരു മസാലയായിട്ടിക്കടത്, ചെന്ന് കൊടുത്തൊരു നസീഹത്തായിട്ടിക്കടത്. അതുകൊണ്ടിട്ട് ഞങ്ങളെ മക്കൾക്കും ഞങ്ങൾ അതേ നിലക്കുള്ള നല്ല നല്ല നസീഹത്ത് പഠിപ്പാട്ടി കൊടുത്തിട്ട് ഞങ്ങളെ മക്കളും ഞങ്ങൾ എന്തിനാക്കണം, നല്ല നിലക്ക് ബലത്തിയെടുക്കണം. അതല്ലാണ്ട് ഞങ്ങമേ ഇങ്ങനെ തമാശാക്കിയിട്ട് വിളിച്ചിട്ട് ഒന്തേത്താ ಬೇರೆ ಬೇರೆ ನಿಲಕ್ಕುം വിളിച്ചിട്ട് ഞങ്ങൾ ആൾമാരോ മക്കളെതിരിലെല്ല വിളിച്ചിട്ട് ഒരു ഇൻസൾട്ട് ആക്കി പലക്കെല്ലാം വിളിച്ചിട്ടാകുമ്പോൾ അതേ നാളെ ഞങ്ങളെ മക്ക പഠിച്ചോണ്ട് ഞങ്ങളെ മക്ക പഠിക്കുക ഞങ്ങളെ മക്കൾക്ക് അങ്ങനത്തെ പരിപാടി ഉസ്താദ്മാർ ആറായിട്ടിക്കര ഞങ്ങമേ ആയിട്ടിക്കര ഞങ്ങളെ ബാപ്പമാരെ. അതുകൊണ്ടിട്ട് ആ നിലക്കുള്ള ജീവിത ആ ഒത്തീറാണ് ഞങ്ങളത് നല്ല നല്ല നസീഹത്തായിട്ടിക്കണം. ഞങ്ങളെ മക്കൾക്കും ഞങ്ങൾ പരിപാടി കൊടുക്കാനായത് ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ പ്രാക്ടിക്കലാക്കാനായതും. അതുകൊണ്ടിട്ട് എല്ലാ മുഅ്മിനീങ്ങളിട്ടും ഉമ്മ പെങ്ങന്മാരൊട്ടും അതുപോലെ 2 വയസ്സ് കേൾക്കുന്ന എല്ലാ ചങ്ങായിമാരൊട്ടും ബാലക്കാരൊട്ടും പ്രത്യേകിച്ചിട്ടും ഞാൻ ഓർമ്മിച്ചിട്ടില്ല. ആറ് മനസ്സ് ബേജാറാവിടെ പോലത്തെ ഒരു സ്വരം ഞങ്ങളെ കയ്യിൽ പറവ് തീരാ സൈലൻ്റായിട്ട് ജീവിച്ചിട്ട് സൈലൻ്റായിട്ട് മരിക്കണം. ഞങ്ങൾ ಅದಕ್ಕೆ 6 മനസ്സ് ഞങ്ങൾ ಬೇಜಾರಾಕೋ തീരാ മനസ്സ് ബേജാറാക്കട്ടെ. ജീവിക്കുള്ള തൗഫീഖ് അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ജീവിതവും മരണവും എല്ലാം ഖൈറാനിലേക്കാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.